Ushani and this is Flamingo. These are my lovely friends. Mwah. Today we are going to do something different. We are going to talk about good touch and bad touch. ശരിയായി ടച്ച് തെറ്റായി ടച്ച്. I am feeling very angry. Amma, can you tell me what's good touch and bad touch for my friends? Of course, Molly. Hey. Hi. Hello. നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോണ ഷാനി? We are going to do good touch and bad touch. Good touch and bad touch. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയായിരിക്കും അത് ഇല്ലേ? മിക്കവരും അത് പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാനും ഉഷാനയും കൂടി നിങ്ങൾക്ക് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്താന്ന് പറഞ്ഞുതരാൻ പോവാം. അതിനു മുന്നേ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. നമ്മള് ഒരു 100 and above സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ പേരൻസ് ആൻഡ് കിഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഉഷാനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉഷാനി ഇപ്പൊ ഒരു ബട്ടർഫ്ലൈനെ പിടിക്കാൻ പോയി. അപ്പൊ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ഡോഗിനെ പിടിക്കാൻ പോകുമ്പോ ഡോഗ് എന്ത് ചെയ്യും? ഷൗട്ട് ചെയ്യൂല. എങ്ങനെയാ ഷൗട്ട് ചെയ്യുന്നത്? എങ്ങനെ ബാർക്ക് ചെയ്യുന്ന ഡോഗി? അങ്ങനെയല്ലേ? എന്തുകൊണ്ടാ ഇവരിങ്ങനെ ബട്ടർഫ്ലൈ പറന്നു പിന്നെ ഡോഗിയൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന എന്തിനാന്ന് ഉഷാനിക്ക് അറിയാവോ? Because they don't like to be touched and they don't feel safe. Exactly, ഉച്ചി. അപ്പോ ഞാൻ ഇവിടെ അതാ ഉഷാനി പറയാൻ ശ്രമിക്കുന്നത്, അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് സേഫ് അല്ലാത്ത ഏത് ടച്ചും അത് ബാഡ് ടച്ച് ആണ്. ഇനി നമുക്ക് ഉഷാനിയോട് ഒരു കാര്യം ചോദിക്കാം. ഉഷാനിയുടെ ഔട്ട്സൈഡ് ബോഡി പാർട്സ് ഏതൊക്കെയാ? അതായത് എല്ലാവരും കാണുന്ന ബോഡി പാർട്സ് ഏതൊക്കെയാ? ഏതൊക്കെയാന്ന് പറഞ്ഞേ, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ ഏതൊക്കെയാ? Head, hands, leg. Very good. Okay, sit. ഇനി ഉഷാനിയുടെ പ്രൈവറ്റ് ബോഡി പാർട്സ് ആരാ? ആരും കാണിക്കാൻ പാടില്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ് അതേതാ? Chest, tummy, between your legs and bums. Okay, and bums. Okay, good, very good. അതിനെ നമ്മൾ എന്താ പറയാ? സ്വിമ്മിംഗ് സ്യൂട്ട് ഏരിയ. Very good. അപ്പൊ ഉഷാനി നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താണ് ഔട്ട്സൈഡ് ബോഡി പാർട്സും പ്രൈവറ്റ് ബോഡി പാർട്സും ഒക്കെ. ഇനി ഞാൻ ഉഷാനിക്കുട്ടിക്ക് കുറച്ചൊരു എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാൻ പോവാം. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. അത് ഉഷാനി പറയും ഏതാണ് ഗുഡ് ടച്ച് ഏതാണ് ബാഡ് ടച്ച് എന്നൊക്കെ. ഉഷാനി അപ്പോ ഓക്കെ, ഇപ്പൊ ഉഷാനിയുടെ അമ്മ അപ്പ അല്ലെങ്കിൽ ഉഷാനിയുടെ ഗ്രാൻഡ് പാരന്റ്സ് നമ്മൾ ഹഗ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കിസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഉഷാനിനെ കുളിപ്പിക്കുമ്പോ അപ്പൊ തൊടുന്നത് ഗുഡ് ടച്ച് ആയിരിക്കോ ബാഡ് ടച്ച് ആയിരിക്കോ? വെരി ഗുഡ്. നെക്സ്റ്റ്, ഡോക്ടർ ഉഷാനെ എക്സാമിൻ ചെയ്യുമ്പോ പേരൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഗുഡ് ടച്ച് ആയിരിക്കോ ബാഡ് ടച്ച് ആയിരിക്കോ? വെരി ഗുഡ്. ഉഷാൻ ഒരാൾക്ക് ഹൈഫൈ കൊടുക്കുന്നു അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ? വെരി ഗുഡ്. ഇനി നമുക്ക് ബാഡ് ടച്ചിന്റെ കാര്യം പറയാം. ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Somebody hurt you. That's a bad thing. Okay, somebody touch you without your permission. അല്ലേ? ഉഷാനിയുടെ പെർമിഷൻ ഇല്ലാണ്ട് ആരെങ്കിലും ഉഷാനിന്റെ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യോ അല്ലെങ്കിൽ ഉഷാനെ ഹേർട്ട് ചെയ്യോ ചെയ്യുന്ന അതൊക്കെ എന്താണ്? ബാഡ് ടച്ച്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരാൾ ബാഡ് ടച്ച് ചെയ്യാനായിട്ട് ഉഷാനിയുടെ അടുത്തേക്ക് വരുന്നു. ഓക്കെ, ഉഷാനിന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഉഷാനിക്കുട്ടി ഫസ്റ്റ് എന്താ ചെയ്യാ? You should shout. And you should say, I don't like that. Yay, very good. Then the second one, Second one, you will say,
Go. I don't like a big no. Yeah, very good. Then you will run towards Your parents or teachers. very, very, very good, Mole. Did I know Okay. അപ്പൊ ഉഷാനി പറഞ്ഞ ഈ സേഫ്റ്റി മെഷേഴ്സ് എല്ലാവർക്കും മനസ്സിലായോ? എന്നെങ്കിൽ അവർ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്നിട്ട് അവരോട് പറയും ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ എന്ത് പറയും അവര് റൺ ടുവേർഡ്സ് ദ സേഫ് സർക്കിൾ. ഒരു സേഫ് സർക്കിൾ ഉണ്ട്, നമ്മൾ ശരിക്കും ഒരു സേഫ് സർക്കിൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. സേഫ് സർക്കിൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം എന്താന്ന് വെച്ചാ. അപ്പം അല്ലെങ്കിൽ സേ ബിഗ് നോ. Yeah. നമ്മൾ ഒരിക്കലും എന്താണ് സംസാരിക്കാണ്ട് റിയാക്ട് ചെയ്യാതിരിക്കരുത് ആ സമയത്ത്. വി നീഡ് ടു റിയാക്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഈ സേഫ്റ്റി മെഷേഴ്സ്. ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് ഒരു സേഫ് സർക്കിൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു തരട്ടെ. സേഫ് സർക്കിൾ എന്ന് പറയുമ്പോ നമ്മുടെ ഒന്നെങ്കിൽ അമ്മ, അച്ഛൻ, പിന്നെ ഗ്രാൻഡ് പേരൻസ്, പിന്നെ സിബ്ലിങ്സ്. ഇവരായിരിക്കണം അവരുടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതായത് എന്ത് വന്നാലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇവരുടെ അടുത്തായിരിക്കണം കുട്ടികൾ ആദ്യം പോയി പറയേണ്ടത്. അപ്പൊ ആദ്യം അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി നമുക്ക് പേരൻസിനുള്ള റോൾ എന്താണെന്ന് അറിയോ? ഇതില് പേരൻസിന് വലിയ റോളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ പിള്ളേരുടെ സറൗണ്ടിങ്. ഇവർ എവിടെ പോകുന്നു, ഇവർ ആരുടെ കൂടെ കളിക്കുന്നു, ഇവർ ആരുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പേരൻസ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അതാ. അപ്പം അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവരെവിടെ പോവാന്നുള്ളത്, ഇവരെന്താ ചെയ്യുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഇപ്പം ഈ നമ്മുടെ പിള്ളേര് ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ വരും ഇല്ലേ? ഒന്നെങ്കിൽ അവരുടെ ബോഡിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്ന ഡൗട്ട്സ് ഒക്കെ ആയിരിക്കാം അവർ വന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് അവരെ ഇങ്ങനെ കളിയാക്കി വിടരുത്. അത് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ദം. അത് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും അത് വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ അത് അവരെ ഒത്തിരി എഫക്ട് ചെയ്യും. കാരണം അവരെന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് പറയാനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആരെയും കുറിച്ച് ഇങ്ങനെ പറയാനായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്ത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരത് സീക്രട്ട് ആയിട്ട് ഇങ്ങനെ വെക്കും അവരുടെ മനസ്സിൽ. അത് ഒരിക്കലും അലോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സീക്രസി, ഇതിനെ കുറിച്ചൊരു സീക്രസി നമ്മൾ ഒരിക്കലും അലോ ചെയ്യരുത് അവരുടെ ഇതിൽ. അപ്പം അതുകൊണ്ട് കഴിവതും നമ്മൾ എന്താ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനത്തെ നമ്മൾ ചോദിക്കുക, ഇന്ന് എന്തൊക്കെ നടന്നു, ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു, ഇന്ന് ആരൊക്കെ കണ്ടു, അതൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരെല്ലാം പറയും നമ്മളോട്. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടാവത്തില്ല. എപ്പോഴും ഒരു തമാശ പോലെ, ഒരു ജോക്ക് പോലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വേണം അവരോട് ചോദിക്കാനും അവരോട് മിങ്കിൾ ചെയ്യാനും. അങ്ങനെ ആകുമ്പം അവരെല്ലാം നമ്മളോട് പറയും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ്. അതായത് അവരുടെ ബോഡി അവരുടേത് മാത്രമാണ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ആർക്കും ഒരു റൈറ്റ് ഇല്ല അവരുടെ ബോഡിയിൽ ഒന്ന് തൊടാനോ, അതായത് അവരുടെ പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ ബോഡിയിൽ തൊടാനോ അവരെ ഹേർട്ട് ചെയ്യാനോ ആർക്കും റൈറ്റ് ഇല്ല. അപ്പൊ അത് ആദ്യം അവരെ പഠിപ്പിക്കണം. their body belongs to them. അത് അവരെ അറിയിക്കാം. പിന്നെ ഉള്ളത് എന്താ, പിന്നെ പറയേണ്ടത് ഇപ്പം ആരെങ്കിലും, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നമുക്കറിയാന്നുള്ള ആരെങ്കിലും നമ്മൾ വീട്ടിൽ വന്നു. അപ്പോ നമ്മള് ചിലവരൊക്കെ പറയും പോയി ഒരു ഹഗ് ചെയ്യൂ അല്ലെങ്കിൽ ഒരു കിസ് കൊടുക്കും എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് ആ കുട്ടിക്ക് ഇപ്പൊ അത് ചെയ്യാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ല ആളത്ത് പോവാനും ഹഗ് ചെയ്യാനോ ഒന്നും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ആളെ കമ്പൽ ചെയ്യരുത്. നമ്മൾ ഓക്കെ അങ്ങ് വിടുക, ഇറ്റ്സ് ഓക്കെ. കാരണം എന്തെങ്കിലും നമുക്കറിയില്ല എന്താണ് ആ കുട്ടി ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പൊ ഒരിക്കലും ആ സമയത്ത് ദേഷ്യപ്പെടരുത്, എന്തെങ്ങനെ ചെയ്തേ, അങ്ങനെ എന്താ ചെയ്തേ എന്ന് ചോദിക്കരുത്. അപ്പം എല്ലാം കഴിഞ്ഞ് സാവധാനം അവരോട് ചോദിക്കുക, ആ കുട്ടിയോട് ചോദിക്കുക, എന്താ മോളെ അല്ലെങ്കിൽ എന്താ മോനെ പറ്റിയത്, എന്താ ചെയ്യാത്തത്. അപ്പം അത് ആ കുട്ടി പറയും നമ്മളടുത്ത് എന്താണ് റീസൺ ആ പെർട്ടിക്കുലർ പേഴ്സണിനോട് പോവാത്തത്. അപ്പം അങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ എന്താണ് ഭയങ്കര കാമായിട്ട് വേണം എല്ലാം ചോദിക്കാൻ അവരോട്. പിന്നെ നമ്മൾ എപ്പോഴും അവരുടെ വേർഡ്സിന് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അവര് ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടാൻ പാടില്ല. അവർക്കും ഉണ്ട് ഫീലിങ്സും, എന്താണ് അവർക്കും ഉണ്ട് വോയിസ് ഇല്ലേ. അപ്പൊ അവര് പറയുന്നത് നമ്മൾ കേൾക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പേരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, ഇവര് പറയാൻ വരുമ്പോ, ഇവര് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ വരുമ്പോ ഒരിക്കലും അവരെ വിഷമിപ്പിച്ച് വിടരുത്. അവരെ ഇരുത്തി എന്താണെന്ന് പതുക്കെ എല്ലാം കേട്ട് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവസാനം അവര് പിന്നെ വല്ല സൈക്കോളജിക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ കുട്ടികളെ അറിയാൻ ശ്രമിക്കുക. അപ്പൊ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നടന്നാൽ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ചെയ്യുന്നവരെ പോലീസ് പണിഷ് ചെയ്യും. പണിഷ്മെന്റ് ഉറപ്പാണ് ഇങ്ങനെയുള്ളവർക്കെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്താണ് ഒരു സപ്പോർട്ടാണത്. കാരണം ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യും അല്ലേ, അപ്പൊ എനിക്കിതൊന്ന് പറയണം. ഇത് എന്റെ അമ്മയോടോ അപ്പയോടോ അല്ലെങ്കിൽ എന്താണ് ടീച്ചറിനോടോ ആരോടെങ്കിലും ഇത് എനിക്ക് അറിയിക്കണം, അയാളെ പണിഷ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ വരും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ചില് ഞാനും ഉഷാനിക്കുട്ടിയും ഇന്ന് നിങ്ങൾക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഉഷാനി, അമ്മ പറഞ്ഞൊക്കെ മനസ്സിലായോ മോൾക്ക്? ഓക്കെ. അപ്പൊ ആരെങ്കിലും ഉഷാനിനെ ബാഡ് ടച്ച് ചെയ്യാൻ വന്ന ഉഷാനി എന്ത് ചെയ്യും? I don't like that. I'm big no. Yes, very good. Appo be brave, okay? Yes. Always react and be bold. Very good. Okay. Appo nammade and that's why I'm waiting for the gift. My dad is gonna give me a gift. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കുറച്ച് നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മള് പിന്നെ വരാം. Like, share, subscribe, and bell icon. Click the bell icon. See you. Bye. Hope you like our video. Subscribe.